സർക്കാരുമായുള്ള കിറ്റെക്സ് എംഡി കഴിഞ്ഞ ദിവസമാണ് വ്യവസായ മന്ത്രിക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ശ്രീനിജൻ എം.എൽ.എ. ശ്രീനിജനെതിരെയും സാബു ജേക്കബിൻ്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയുമായി ഇപ്പോൾ ശ്രീനിജൻ എം.എൽ.എ. പി.വി. ശ്രീനിജൻ എം.എൽ.എ. രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കിഴക്കമ്പലവും ആരുടെയും പിതൃസ്വത്തല്ല, മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ശ്രീനിജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നവമി ദിനേശ് ശരിയാണ്. നവമി, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വ്യവസായ മന്ത്രിയെയും ശ്രീനിജനെയും ഒക്കെ വിമർശിച്ചിരുന്നത് സാബു എം ജേക്കബ്. ഇപ്പോൾ അതിനുള്ള മറുപടിയാണ്. ഈ പോര് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ? രഞ്ജിത്ത്, ഈ കിറ്റെക്സ് എം ഡിയും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ CPM-ഉം തമ്മിലുള്ള തർക്കം അത് വാക്പോര് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ 2020 രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് കിഴക്കമ്പലത്ത് 2020 അധികാരത്തിൽ എത്തിയതുമായ സമയം മുതൽ തന്നെ വലിയ ഒരു വാക്കേറ്റം ഇവർ തമ്മിൽ പലപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ ശ്രീനിജൻ MLA ആയിക്കോട്ടെ, P. രാജീവ് ആയിക്കോട്ടെ, സാബു ജേക്കബ് ആയിക്കോട്ടെ, കിട്ടുന്ന സമയത്തൊക്കെ പരസ്പരം വിമർശിക്കുവാനും ചെളിവാരി എറിയാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലായാണ് കഴിഞ്ഞ ദിവസം ഈ ആന്ധ്രയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് മന്ത്രി അടക്കം ഈ സാബു എം ജേക്കബിൻ്റെ അവിടെ കിഴക്കമ്പലത്ത് എത്തുകയും അവിടെ ഒക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഫാക്ടറിയൊക്കെ സന്ദർശിച്ചതിന് ശേഷം അവിടേക്ക് ആന്ധ്രയിലേക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നൊക്കെ ക്ഷണം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് സാബു എം ജേക്കബ് നടത്തിയ പത്രസമ്മേളനത്തിലാണ് കേരളം ഒട്ടും ഈ ബിസിനസ് ചെയ്യാൻ ഒട്ടും പറ്റുന്ന സ്ഥലമല്ല എന്ന രീതിയിൽ P. രാജീവിനെയൊക്കെ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. പിന്നീട് P. രാജീവ് അതിന് മറുപടിയായി നൽകിയത് ഈ സമാധാനം വേണമെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ സമാധാനം ഉണ്ടാക്കണം. കേരളം ഇപ്പോൾ വിടുമെന്ന് പറയുന്ന ആള് കേരളത്തിൽ തന്നെ ഇപ്പോഴും ബിസിനസ് ചെയ്യുകയാണ്. സാബു എം ജേക്കബ് ഒന്ന് ഓർക്കുക, ഈ ബിസിനസ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ് എന്നൊരു പരാമർശം P. രാജീവ് നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി ഇന്നലെ സാബു എം ജേക്കബ് പറഞ്ഞത് കേരളം ആരുടെയും സ്വത്തല്ല, അത് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഏതൊക്കെ രീതിയിലേക്ക് ബിസിനസ് വളർത്തണമെന്ന് വിചാരിച്ചോ ആ രീതിയിലൊന്നും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേരളവുമോ അതിന് അനുവദിച്ചില്ല, മന്ത്രി P. രാജീവോ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് തെലങ്കാനയിലേക്കും പിന്നീട് ആന്ധ്രയിലുമൊക്കെ ഈ ബിസിനസ് വളർത്താൻ താൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ക്ഷണം താൻ സ്വീകരിച്ച് പോകുന്നതെന്നാണ് സാബു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്രീനിജൻ MLA ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് കിഴക്കമ്പലവും ആരുടെയും സ്വത്തല്ല, ആരുടെയും പിതാവിൻ്റെ സ്വത്തല്ല എന്ന കാര്യമാണ് ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വാക്പോര് അത് ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. വീണ്ടും കളത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് സാബു എം ജേക്കബ്. അതിൻ്റെയൊക്കെ ഒരു ഫലമായി തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പരസ്പരമുള്ള പഴിചാരലും അല്ലെങ്കിൽ വിമർശനമൊക്കെ ആ രീതിയിൽ കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണ്ടും 2020 കിഴക്കമ്പലത്ത് മത്സരിക്കും. എറണാകുളത്ത് കൂടുതൽ ശക്തമാകാൻ അല്ലെങ്കിൽ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് സാബു എം ജേക്കബ് നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെ നമുക്ക് ഈ ഒരു വിവാദത്തെയും കാണേണ്ടതുണ്ട്. രഞ്ജിത്ത്, ശരി. മൂന്നാം മോദി സർക്കാരിന് ഇന്ന് ഒന്നാം വാർഷികം. ഭീകരരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നടത്തിയ സൈനിക നടപടി ലക്ഷ്യം കണ്ടതും അടിസ്ഥാന വികസന രംഗത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെയും ആത്മവിശ്വാസത്തിലൂടെയാണ് വാർഷികാഘോഷം കടന്നുപോകുന്നത്. വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് BJPയുടെ തീരുമാനം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട്. കഴിഞ്ഞ 11 വർഷത്തിനിടെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തി ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ മാറ്റിമറിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. ആശുപത്രികളുടെയും വിവിധ കേന്ദ്രങ്ങളുടെയും വിദഗ്ധ കേന്ദ്രങ്ങളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരുകളുടെയും BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരുകളുടെയും കാലത്തുണ്ടായ മാറ്റത്തെ താരതമ്യം ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. 2013-14 ആരോഗ്യമേഖലയ്ക്ക് ബഡ്ജറ്റിൽ 37,000 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2025-26 ബഡ്ജറ്റിൽ ആരോഗ്യമേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് 1.35 ലക്ഷം കോടി രൂപയായി ഉയർന്നു. എയിംസുകളുടെയും മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. വൈദ്യ പഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സാധ്യതകൾ തുറന്നു. മോദി സർക്കാർ പുതിയതായി തുറന്നത് 2045 മെഡിക്കൽ കോളേജുകളാണ്. ഇന്ത്യയുടെ ദേശീയ ആരോഗ്യ നയത്തിന്റെ ലക്ഷ്യം സമഗ്ര ആരോഗ്യ സുരക്ഷാ സംവിധാനം വികസിപ്പിക്കുക എന്നതാണ്. അതായത് ആരോഗ്യ സംരക്ഷണം എന്നാൽ രോഗശാന്തി കൈവരിക്കുക എന്നത് മാത്രമല്ല,
അത് അതിലും അപ്പുറത്താണ്. രോഗശാന്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പഴയ ആരോഗ്യ നയം തന്നെ മാറി. രോഗപ്രതിരോധം, ശാസ്ത്രീയ പരിചരണം, പാലിയേറ്റീവ് കെയർ, പുനരധിവാസ പരിചരണം, വയോജന പരിചരണം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നയം. ഇന്ത്യയിലെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് എസ്റ്റിമേറ്റ് പ്രകാരം മൂലധന ചെലവുൾപ്പെടെ സർക്കാരിൻ്റെ പ്രതിശീർഷ ചെലവ് 2015-16 1261 രൂപയും 2016-17 1418 രൂപയും 2017-18 1753 രൂപയുമായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം, ഫിറ്റ് ഇന്ത്യ, ഖേലോ ഇന്ത്യ തുടങ്ങിയ പരിപാടികൾ ആരോഗ്യമുള്ള ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ശുദ്ധമായ കുടിവെള്ളം, വീടുകളിലെ ശൗചാലയ സൗകര്യങ്ങൾ, പുകയില്ലാത്ത അടുപ്പുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ രോഗബാധ നിയന്ത്രിക്കാൻ സഹായകമായി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളും വെളിയിട വിസർജനരഹിതമായി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. 12 കോടി ശൗചാലയങ്ങളാണ് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം യാഥാർത്ഥ്യമായത്. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനകളിൽ ജനസംഖ്യയുടെ ഏകദേശം 40% ആളുകൾ ഉൾപ്പെടുന്നു. ഇതിന്റെ ആനുകൂല്യമെത്തുന്നവരിൽ 12 കോടിയിലധികം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ്. ആശുപത്രി ചികിത്സയ്ക്കായി ഈ പദ്ധതി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്നു. 40.71 കോടിയിലധികം പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ആയുഷ്മാൻ ഭാരത് വഴി നൽകിയിട്ടുണ്ട്. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ വിലയ്ക്കാണ് ജൻ ഔഷധിയിൽ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകൾ നൽകുന്നത്. 16,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി സാനിറ്ററി പാഡുകൾ വിൽക്കുന്നത് 1 രൂപയ്ക്കാണ്. ലോകത്തിൽ ഇത്രയും വിലക്കുറവ് ഇന്ത്യയിൽ മാത്രമാണ് എന്നോർക്കണം. 26 ആഴ്ച ശമ്പളത്തോടുകൂടിയുള്ള പ്രസവാവധി സ്ത്രീകൾക്ക് ലഭിക്കുന്നു. അതിൽ നമ്മുടെ രാജ്യം ചൈന, സിംഗപ്പൂർ, ജർമ്മനി, USA എന്നീ രാജ്യങ്ങളെക്കാൾ മുന്നിലാണ്. ന്യൂസ് ഡെസ്ക്, News 18.